ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റെയിൻബോ പ്ലാന്റ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഞാൻ 2 ഗാർഡൻ വിസിറ്റ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് ഗാർഡനാണ് കേട്ടോ ഞാനിത് കാണിക്കുന്നത്. ഗീവവേക്കും പിന്നെ എൻ്റെ വീട്ടിലും കുറച്ച് ചെടികൾക്കും അതുപോലെ തന്നെ അടുക്കളത്തോട്ടത്തിലേക്ക് കുറച്ച് ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സ് വേണമായിരുന്നേ. ഇതാണ് ഗ്രീൻ ഗാർഡന്. അവിടെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സിൻ്റെ ഒക്കെയാണ് കേട്ടോ. ഇതുപോലെ ഡ്രമ്മിൽ വെച്ച ചക്ക കാണാം, മാവ് കാണാം, അതുപോലെ തന്നെ ആപ്പിൾ, ഓറഞ്ച്, മസാമ്പി, മുട്ടിപ്പഴം, സ്റ്റാർ ഫ്രൂട്ട്സ്, അങ്ങനെ എന്തെല്ലാം വേണം എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ തെങ്ങിൻ്റെ പല വെറൈറ്റീസും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കച്ചവടം നടക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്ന് വാങ്ങുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് കൂടുതലും ഈ ഹോൾസെയിൽ കച്ചവടക്കാരാണ് ഇവിടെ നിന്ന് കൂടുതലും ചെടികൾ വാങ്ങുന്നത്. റീറ്റെയിലായിട്ട് വാങ്ങുന്നവരും ഉണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ ഓറഞ്ചിൻ്റെ. എപ്പോൾ പോയിരുന്നാലും ഇവിടെ ഓരോ വെറൈറ്റി ആയിട്ട് ഓരോ ചെടികളും വെച്ചിരിക്കും കേട്ടോ, ഫ്രൂട്ട്സിൻ്റെ. അപ്പോൾ ഇവിടെ പിന്നെ വെജിറ്റബിൾസിൻ്റെ ചെടികളായിട്ട് വാങ്ങാൻ കിട്ടില്ല, എല്ലാ തരത്തിലുള്ളയും വെജിറ്റബിൾസിൻ്റെ സീഡ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ എനിക്ക് ഏറ്റവും അതിശയം തോന്നിയതൊന്നാണ് ഈ ഗ്രോ ബാഗിനകത്ത് എങ്ങനെയാണ് ഈ തെങ്ങിൻ തൈ വളർത്തി ഇത്രയും നല്ല രീതിയിൽ അവർ വെച്ചേക്കുന്നത് എന്നാണ് ഞാൻ നോക്കിയത്. മൂവാണ്ടനാണ് കേട്ടോ, മൂവാണ്ടൻ തെങ്ങുകളാണ്. 3 വർഷമാകുമ്പോഴേക്കും കായ്ക്കും. കൊച്ചു കുട്ടികൾക്ക് വേണമെങ്കിലും കൈവച്ച് അടർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ എന്നവർ പറഞ്ഞായിരുന്നു കേട്ടോ. ഇതുപോലെ ഡ്രമ്മിൽ വളർത്തിയ മാങ്ങ, ചക്ക, പുളിഞ്ചിക്ക, അതുപോലെ സ്റ്റാർ ഫ്രൂട്ട്, മുട്ടിപ്പഴം, മുസാമ്പി, ആപ്പിൾ, അങ്ങനെ എന്തൊക്കെ വേണോ അതെല്ലാം ഇവിടെ എനിക്കറിയാവുന്നുള്ളതും അറിയാത്തതായിട്ടുള്ള ഒത്തിരി ഫ്രൂട്ട്സിൻ്റെ വെറൈറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ. അവിടെ തന്നെയാണ് ഒരുപാട് ചട്ടികളുടെയും വളങ്ങളുടെയും പിന്നെ ഗാർഡൻ്റെ ആക്സസറീസൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് സീഡ്സും അതുപോലെ തന്നെ പോട്ടും കൂടെ വാങ്ങാനാണ് ഇവിടെ ഇപ്പോൾ കയറിയത് കേട്ടോ. ഒരുപാട് തരത്തിലുള്ള പോട്ട്സിൻ്റെ കളക്ഷൻസ് ഇവിടെയുണ്ട്. പല നിറത്തിലും ഷേപ്പിലും ഇൻഡോർ പോട്ട്സും പിന്നെ ഔട്ട്ഡോറിൽ വെക്കാൻ പറ്റുന്നത് ഹാങ്ങിങ് പോട്ട്സ്, എന്തൊക്കെ വേണമോ എല്ലാം ഉണ്ട് കേട്ടോ. എൻ്റെ പേര് ഒത്തിരി ആൾക്കാർ പുതിയ ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ പേരാണ് ഷംജു നസർ. നസർ എൻ്റെ ഇക്കയുടെ പേരാണ് കേട്ടോ. ഇക്കയാണ് ഫ്രണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഇക്കയാണ് ഞാൻ പറയും, എൻ്റെ ഇക്ക എനിക്ക് എടുത്തു തരും. ഒരു ദിവസം നോക്കട്ടെ, ഞാൻ ഫേസ് ഇങ്ങനെ എത്ര ഇതായിട്ട് റിവീൽ ചെയ്യില്ല. എനിക്കൊരു ലക്ഷ്യമുണ്ട്. എനിക്ക് സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയ ഞാൻ ഫേസ് റിവീൽ ചെയ്യും. അതുവരെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് പോട്ടുകൾ വാങ്ങണമെന്നുണ്ടായിരുന്നു, കുറച്ച് ചെടി വാങ്ങിയിട്ടുണ്ട്. ആ വീഡിയോ എന്തായാലും ഞാൻ അടുത്ത സെക്കൻഡ് പാർട്ടായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പോട്ട്സ് വാങ്ങണമെന്നുണ്ടായിരുന്നു. അതിൽ നിന്നും ഞാൻ ഇതുവരെയ്ക്കും ട്രൈ ചെയ്ത് നോക്കാത്ത നമ്മുടെ ക്ലേ കളറിലെ പ്ലാസ്റ്റിക് പോട്ടാണ് ഞാൻ വാങ്ങിയത്. അല്ലാതെ കുറച്ച് പ്ലാന്റ്സും പോട്ടും കൂടെ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ റംബൂട്ടാൻ്റെ ചെടിയും വാങ്ങിയായിരുന്നു. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ തിങ്കളാഴ്ച ഇടുന്ന വീഡിയോയിൽ കാണും. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിലാണ് കേട്ടോ വലിയ കാര്യം. ഇങ്ങനെ ഇതാക്കണ്ട ഈ ക്ലേ കളറിലെ മോഡലിലെ ആ കളറിലുള്ള ഈ പോട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഗ്ലേസിങ് അല്ല, അതിൻ്റെ ഡിസൈനാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമായത്. അപ്പോൾ എനിക്ക് പ്രിയപ്പെട്ട 3 ചെടികൾ വെക്കാൻ വേണ്ടിയാണ് കേട്ടോ ഈ പോട്ട് ഞാൻ വാങ്ങിയത്, സിറ്റൗട്ടിൽ സെറ്റ് ചെയ്യാനായിട്ട്. സിറ്റൗട്ടിൽ ഏകദേശം ഒരേ കളറിലുള്ള ചെടികളാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ഞാൻ 2-3 ചെടികളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ ബാക്കിൽ നിന്ന് വരുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ ഓരോ കമൻറ്റും ലൈക്കും എന്നെ അത്രമാത്രം സഹായിക്കുന്നുണ്ട്. ഒരുപാട് പുതിയ പുതിയ കൂട്ടുകാർ എനിക്ക് വരുന്നുണ്ട്, ഒത്തിരി കമൻസുകൾ വരുന്നുണ്ട്. ഇതുപോലെ തന്നെ അങ്ങോട്ടും നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് വീട് മാറ്റാണ്, നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഇടാനായിട്ട് വാങ്ങിയതാണ് കേട്ടോ. 1930 രൂപ എന്തോ ആയി കേട്ടോ. അപ്പോൾ അത് നമുക്ക് വാങ്ങിക്കാൻ കാരണം പോച്ച ഒത്തിരി ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് പിച്ച് കൈയെല്ലാം വേദനയും അതുമല്ല നമ്മളെക്കൊണ്ട് പറ്റില്ല അത്രയും ഏരിയയൊക്കെ അതൊന്ന് കവർ ചെയ്തെടുക്കാനൊന്നും. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാം പുതുതായിട്ട് വീണ്ടും മുളച്ച് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അതും കൂടെ ഒന്ന് വാങ്ങാൻ പോയി. വേപ്പിൻ പിണ്ണാക്കം വാങ്ങി, കുറേ സീഡ്സുകൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് ഗീവവേക്ക് വേണ്ടിയാണ്. പിന്നെ ഞാൻ ഗീവവേയിൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ അടങ്ങുന്ന വീഡിയോ ബുധനാഴ്ച ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.